നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും റിയലിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് അവസാനം പഠിച്ചെത്തിയത്? അണ്ടർസ്റ്റാൻഡിങ് കോർഡിലേറ്ററൽസ് എന്നല്ലേ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ ടെസ്റ്റ് പേപ്പർ പെൻഡിങ് ആണ്. അപ്പോൾ ടെസ്റ്റ് പേപ്പർ ഏത് നിമിഷം നിങ്ങൾ പ്രതീക്ഷിക്കുക. നമുക്കത് പഠിച്ചു കഴിഞ്ഞുകൊണ്ട് പുതിയൊരു ചാപ്റ്ററിലോട്ട് പോകാം. ഇത് ചാപ്റ്റർ ഏതെന്നറിയോ? ഇതാണ് ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആൻഡ് ഐഡന്റിറ്റീസ്. ഈ ചാപ്റ്ററാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ ചെറിയ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇതിൻ്റെ ഏകദേശം ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഈ ചാപ്റ്ററിലോട്ട് വരണം. ഇതിൽ ആൽജിബ്രായിക് എക്സ്പ്രഷൻ, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. എക്സ്പ്രഷൻ എന്താണ്? കുറച്ച് വേരിയബിൾസും കുറച്ച് കോൺസ്റ്റന്റും സമ്മോ മൈനസോ എന്തെങ്കിലും ചേരുന്ന ഒരു കാര്യമാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഐഡന്റിറ്റീസും ഉണ്ടാകണം. ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ഒരു ഫിക്സഡ് സംഗതിയാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയണേ. എ പ്ലസ് ബി, ഇത് ഞാൻ സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ ഇക്കണ്ട് എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എ സ്ക്വയർ ചെയ്യാൻ അറിയാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യാൻ അറിയാമോ? അറിയില്ല. ഇതിനെ ചെയ്യാൻ ഒരു ഫിക്സഡ് വഴിയുണ്ട്. ഇതിനെ ചെയ്യാൻ നമുക്ക് അറിയാം, പക്ഷെ ഇത് ചെയ്യാൻ ഒരു ഫിക്സഡ് വഴിയുണ്ട്. അങ്ങനെ ആ വഴിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഐഡന്റിറ്റീസ് വഴി പഠിക്കുന്നത്. നമുക്ക് ആദ്യം ആൽജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് നോക്കാം. എക്സ്പ്രഷൻസ് ഞാൻ എക്സ്പ്രഷൻ എഴുതാനേ 5x square plus 10. 5x square plus 10. ഇതിൽ എന്തൊക്കെ ഉണ്ട്? ടേംസ്. ഞാൻ ടേം എടുത്തിരുന്നേ. ടേംസ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? പ്ലസ് ഓർ മൈനസ് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് ടേംസ് എന്ന് പറയുന്നത്. ഇവിടെ പ്ലസ് ഓർ മൈനസ് കൊണ്ട് ഏതിനാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? പ്ലസ് കൊണ്ട് 5x square സ്പ്ലിറ്റ് ചെയ്യുന്നു, 10 സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ ടേംസ് ഏതൊക്കെയാണ്? 5x square തന്നെ. അതെ, എന്നിട്ട് പറയൂ, ഇതിൽ ഏതൊക്കെയാണ് കോൺസ്റ്റന്റ്, ഏതൊക്കെയാണ് വേരിയബിൾ? കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇതിൽ ഒരിക്കലും വാല്യൂ മാറാത്തത്. വാല്യൂ മാറാത്ത ഏതൊക്കെയാണ്? 10ഉം 5ഉം. 10ന്റെ വാല്യൂ എപ്പോഴും 10 തന്നെയായിരിക്കും. അത് നമുക്ക് എന്തെഴുതാം? 5 എന്ന് പറഞ്ഞാൽ 5 ഒരു കോൺസ്റ്റന്റ് ആണ്, 10 ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലേ? ഇതില് കോഎഫിഷ്യൻസ് എന്ന കാര്യമുണ്ട്. കോഎഫിഷ്യന്റ് എന്താണ്? വേരിയബിളും കോൺസ്റ്റന്റും വരുന്ന സാധനം, വേരിയബിളും കോൺസ്റ്റന്റും ചേർന്ന് വരുന്ന ടേം, അതിൽ ആ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ കോഎഫിഷ്യന്റ്. ഇതല്ലേ വേരിയബിളും കോൺസ്റ്റന്റും ചേർന്ന് വന്ന ടേം. അതില്ല എക്സിന്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കും, ഓർ വൈന്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കും, ഓർ എക്സ് സ്ക്വയറിന്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കും. ഇതിലെ കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ്. അപ്പം കോഎഫിഷ്യന്റ് എന്താണ്? 5 ആണ്. 5. ഇതിലെ വേരിയബിൾ ഏതാണ്? ഈ എക്സ്പ്രഷനിലെ വേരിയബിൾ ആണ് വേരിയബിൾ എന്ന് വെച്ചാൽ വാല്യൂ മാറുന്നത്. നിങ്ങൾ എണ്ണി പഠിച്ചപ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ പോയത്. അതിലെപ്പോഴെങ്കിലും എക്സ് ഓർ വൈ പഠിച്ചിട്ടുണ്ടോ? 1, 2ന്റെ കൂടെ. അപ്പം എക്സ് ഓർ വൈ പഠിച്ചിട്ടില്ല. സോ അതൊരു കോൺസ്റ്റന്റ് അല്ല, അതൊരു വേരിയബിൾ ആണ്. നമ്മൾ എപ്പോഴാണ് എക്സ് ഓർ വൈ കൊടുക്കുന്നത്? നമുക്കൊരു വാല്യൂ അറിഞ്ഞുകൂടാത്തപ്പോൾ നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് വേരിയബിൾ. ഇവിടെ ഏതാണ് വാല്യൂ? എക്സ് സ്ക്വയർ. അപ്പൊ നമ്മുടെ വേരിയബിൾ എന്താണ്? എക്സ് സ്ക്വയർ ആണ്, അല്ലേ? എക്സ് സ്ക്വയർ ആണ് നമ്മുടെ വേരിയബിൾ. ഇനി ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ഫാക്ടേഴ്സും ടേംസും അടുത്തടുത്ത് എഴുതാനുള്ള സംഗതി. ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പ്ലസ് ഓർ മൈനസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊരു സംഗതി, ഇതൊരു സംഗതി. ഇവിടെ നടുക്ക് പ്ലസ് ചെയ്താൽ ഇത് 2 ഫാക്ടർ, മൈനസ് ചെയ്താലും ഇത് 2 ഫാക്ടർ. ടേംസ് പ്ലസ് ഓർ മൈനസ് ചെയ്യുന്ന ടേംസ്. ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഗതി വേറെ സംഗതി, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഫാക്ടറാണ്. ഈ കേസിൽ എന്തൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് അറിയാമോ? നമ്മുടെ ഈ എക്സ്പ്രഷൻ നോക്കിയേ. 5x square 10 മൾട്ടിപ്ലൈ ചെയ്തേക്കാണോ? ഡിവിഷൻ ചെയ്തേക്കാണോ? അല്ല. പക്ഷെ 5ഉം x square മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. എന്തൊക്കെയാണ്? 5ഉം x square, അല്ലേ? എക്സ് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 5ഉം എക്സും ഇത് 3 മൾട്ടിപ്ലൈ ചെയ്താലല്ലേ 5x square കിട്ടുന്നത്. അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 5ഉം എക്സും 5ഉം എക്സും ആണ് നമ്മുടെ ഈ എക്സ്പ്രഷനിലെ ഫാക്ടേഴ്സ്. ടേംസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഡിവിഷൻ ചെയ്യുന്ന കേസിൽ എങ്ങനെ പറയാൻ അറിയാമോ? ഞാൻ എക്സാമ്പിൾ എഴുതാനേ. 5/y plus 10. ഇത് y square or y. 5/y plus 10. ഇതിലെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഫാക്ടേഴ്സ് 5ഉം എന്താണ്
വൈ ആണോ? 5ഉം വൈയും അല്ല, 5ഉം 1/y ഉണ്ട്. 5ഉം 1/y. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലല്ലേ, നോക്കൂ, 5 × 1/y², സോറി y ഇക്വൽ ടു അല്ലേ 5 × 1 പറഞ്ഞാൽ 5 തന്നെയാണ്. 5 പറഞ്ഞാൽ ആക്ച്വലി 5/1 അല്ലേ, 1 × y. നോക്കി 5ഉം 1/y കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ 5/y കിട്ടിയത്. 5/y. അപ്പോൾ ഫാക്ടേഴ്സ് 5ഉം 1/y ഡിവിഷൻ ആണ് പ്രോപ്പർ ചെയ്തത്. പക്ഷേ ഫാക്ടേഴ്സ് പറയുമ്പോൾ എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ് എഴുതാൻ. ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് y എടുത്ത് എഴുതി കളയല്ലേ. 1/y-ഉം 5ഉമാണ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ. എന്ത് പറഞ്ഞു? എക്സ്പ്രഷൻ പറഞ്ഞു. എക്സ്പ്രഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമുകളെല്ലാം എന്ന് വെച്ചാൽ ടേംസ്, കോഷ്യന്റ്സ്, കോൺസ്റ്റന്റ്സ്, വേരിയബിൾ, ഫാക്ടേഴ്സ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സംബന്ധിച്ച് വരുന്ന വേറെ കാര്യമാണ് മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. അതെന്താന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ. നമുക്ക് ആദ്യം പറഞ്ഞ മോണോമിയൽ ട്രൈ ചെയ്യാം. മോണോമിയൽസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഒരു എക്സ്പ്രഷൻ ആണ്, ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. പക്ഷെ അതിൽ ഒറ്റ ടേമേ കാണത്തുള്ളൂ. നേരത്തെ എഴുതിയിട്ട് പല ടേം ഉണ്ടായിരുന്നു, 1, 2, 3. പക്ഷെ ഇവിടെ ഒറ്റ 5x² or 6l² or n² or xy or 5/y. ഇതെല്ലാം ഒരു മോണോമിയലാണ്, വെച്ചാൽ ഒറ്റ ടേമേ ഉള്ളൂ. ഇനി നമുക്ക് ബൈനോമിയൽ എന്തോ നോക്കാം. നോക്കൂ, ബൈനോമിയൽസ് പറഞ്ഞാൽ ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ആണ്. പക്ഷെ അതില് 2 ടേംസ് ഉണ്ട്. 2 ടേംസ്. വേറെ എക്സാമ്പിൾ ഇത് രണ്ടുമായിട്ട് ആഡ് ചെയ്തിട്ടാണ് 5x² + 6n². അതൊരു ബൈനോമിയലാണ്. കാരണം എന്താണ്, ആ എക്സ്പ്രഷനിൽ 2 ടേം ഉണ്ട്. n² + l². 2 ടേം ഉണ്ടായോ? ഉണ്ടായി. വേറെ എക്സാമ്പിൾ a² - 6². ഇതൊരു ബൈനോമിയലാണോ? അതെ. വേറെ ഒരെണ്ണം പറഞ്ഞോളൂ. x + y. വേറെണ്ണം x - y. വേറെണ്ണം -x + y. വേറൊരെണ്ണം -x - y. ഈ രണ്ടാമത് എല്ലാം ബൈനോമിയലാണ്. ബൈനോമിയൽ 2 ടൈംസ് ഉണ്ട്. ഇനി നമുക്ക് ട്രൈനോമിയൽ എന്ന് നോക്കാം. നമുക്ക് എന്ത് തോന്നുന്ന ട്രൈനോമിയൽ? 3 ടൈംസ് ഉള്ളത്. 3 ടൈമുള്ള എക്സ്പ്രഷൻ ആണ് ട്രൈനോമിയൽ. നോക്കിക്കോളൂ. ട്രൈനോമിയൽസ് ഒരു എക്സാമ്പിൾ പറയൂ. a + b + c or x + y + z. എന്ത് വേണമെന്ന് പറയാം. നോക്കൂ, a + b + c, x - y - z or l² + 10² + xy. ഇതെല്ലാം ട്രൈനോമിയലുമാണ് അല്ലേ. അതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ പറയാം ട്രൈനോമിയൽ. ഞാൻ മൈനസ് ചേർത്ത് പറയണേ. -a - b - c. ട്രൈനോമിയലാണോ? ആണ്. -x - y - z. ഓക്കെ, അടുത്ത പറഞ്ഞോളൂ. 5 - 5x - 5y. ഇതൊരു ട്രൈനോമിയലാണോ? ആണ്. മോണോമിയൽ എക്സാമ്പിൾ പറഞ്ഞു. ഒറ്റ ടേം വരുന്ന ഏത് എക്സ്പ്രഷനും മോണോമിയലാണ്. ബൈനോമിയൽ 2-3 എക്സാമ്പിളും പറഞ്ഞു. 2 ടേം വരുന്ന എക്സ്പ്രഷൻസിന് നമ്മൾ ബൈനോമിയൽ എന്ന് പറയുന്നത്. ട്രൈനോമിയൽ 3 ടൈംസ് വരണം. എങ്ങനെയായാലും പ്ലസ് ഓർ മൈനസ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന അനുസരിച്ച് പ്ലസ് വന്നാലും അതിനെ നമുക്ക് എക്സ്പ്രഷൻ ആക്കാം, മൈനസ് വന്നാലും എക്സ്പ്രഷൻ ആക്കാം. അതിന് ബൈനോമിയൽ, ട്രൈനോമിയൽ ഓർ മോണോമിയൽ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത് ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസും. നമുക്ക് ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസും പഠിക്കണ്ടേ? നമുക്ക് അതിലോട്ട് പോവാം. ലൈക്ക് ടേംസ് നോക്കിയോളൂ. ലൈക്ക് ടേംസ് എന്ന് പറയുന്നത് ഒരേപോലെ വരുന്ന ടേമിലാണ് നമ്മൾ ലൈക്ക് ടേംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കിയോളൂ. 5x, 6x. ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. സെയിം വേരിയബിൾ, കോൺസ്റ്റന്റ് മാത്രം വ്യത്യാസം. പക്ഷെ അത് കോൺസ്റ്റന്റ് ആണ്. വ്യത്യാസമാണെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റും സെയിം വേരിയബിളും വന്നാൽ അതിന് നമുക്ക് ലൈക്ക് ടൈം എന്ന് പറയാം. ഞാൻ അടുത്ത എഴുതാണ് x
5x and 6x. xy and minus 6xy. xy and minus 6xy. ഇത് ലൈഫ് ടൈം ആണോ? അല്ലേ, ആണ്. കാരണം എക്സ് ഉണ്ട് വൈ ഉണ്ട് രണ്ടിന്. ഒരെണ്ണത്തില് കോൺസ്റ്റന്റ് ഒരെണ്ണത്തിൽ കോഎഫിഷ്യന്റ് 1 വന്നതേ ഉള്ളൂ, മറ്റേല് -6 ആണ്. 1ഉം -6ഉം കോൺസ്റ്റന്റ് ഉൾപ്പെടുത്താമോ? ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇത് രണ്ടും ലൈഫ് ടൈംസ് ആണ്. വേറെ എക്സാമ്പിൾ പറയാം. L square and 6L square ലൈഫ് ടൈംസ് ആണോ? ആണ്. കാരണം വേരിയബിളിന് സ്ക്വയർ ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോളണം, സ്ക്വയർ ഉണ്ടെങ്കിൽ സ്ക്വയർ വന്നേ പറ്റത്തുള്ളൂ, അല്ലാതെ ഒന്നും വരാൻ പറ്റില്ല. കോൺസ്റ്റന്റ് ഇവിടുത്തെ കോഎഫിഷ്യന്റ് 1 ആണ്, നമ്മളെ കോൺസ്റ്റന്റ് ഇവിടെ 6 ആണ്. 6ഉം 1ഉം കോൺസ്റ്റന്റുകൾ തന്നെയല്ലേ? ആണ്. അപ്പം അതിൽ പ്രശ്നമില്ല. സ്ക്വയർ വന്നാൽ സ്ക്വയർ വരണം. വേരിയബിൾ പേർന്ന് പറഞ്ഞോളൂ. Z സ്ക്വയർ ആൻഡ് മൈനസ് Z സ്ക്വയർ ആൻഡ് മൈനസ് 6Z സ്ക്വയർ. എന്ത് വന്നു? വേരിയബിളിന് സ്ക്വയർ വന്നു, പ്രശ്നമില്ല. കോൺസ്റ്റൻസ് വന്നു, ഒന്നും -6. വേറെ പറഞ്ഞാണ് എക്സ് വൈ സ്ക്വയർ ആൻഡ് വൈ സ്ക്വയർ എക്സ്. ഇത് ലൈഫ് ടൈംസ് ആണോ? ലൈഫ് ടൈംസ് ആണ്. എക്സ് ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാലും വൈ സ്ക്വയറിന്റെ എക്സ് എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ? നോക്കിയോ, 5 ഇൻറ്റു 6ന്റെ സ്ക്വയറും 6ന്റെ സ്ക്വയർ ഇൻറ്റു 5ഉം ഇത് രണ്ട് സെയിം അല്ലേ? അപ്പൊ അതിന് പ്രശ്നമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ തിരിച്ച് മാറ്റി എഴുതാം, അത് പ്രശ്നമില്ല. പക്ഷെ സ്ക്വയർ വന്നിട്ട് വേരിയബിളിൽ സ്ക്വയർ വന്നിരിക്കണം. സ്ക്വയർ ഇല്ലാത്തതിന് സ്ക്വയർ കാണാനും പാടില്ല. ഇവിടെ എക്സിന് സ്ക്വയർ ഇല്ല, ഇവിടെ സ്ക്വയർ ഇല്ല. ഓക്കെ, വൈക്ക് സ്ക്വയർ ഉണ്ട്, ഇവിടെ വൈക്ക് സ്ക്വയർ ഉണ്ട്. ഉണ്ട്. അപ്പം അങ്ങനത്തെ പറയുന്ന ടൈംസിനെ നമുക്ക് എന്ത് പറയാം? ലൈക്ക് ടൈംസ് എന്ന് പറയാം. വേറെ പറഞ്ഞോളൂ. 6LYZ and LYZ. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഇവിടെ 3 വേരിയബിൾ വന്നു, എല്ലും വൈയും ഇസഡും. എല്ലിനും സ്ക്വയർ ഉണ്ടോ? ഇല്ല. ഇവിടെ സ്ക്വയർ ഉണ്ടോ? ഇല്ല. വൈക്ക് സ്ക്വയർ ഉണ്ടോ? ഇല്ല. അപ്പുറത്തും ഇല്ല. ഇസഡിനും സ്ക്വയർ ഇല്ല, അവിടെ ഇസഡിന് സ്ക്വയർ ഇല്ല. ഇവിടെ ഒരു കോൺസ്റ്റന്റ് 6 വന്നു. ഇവിടെ കോൺസ്റ്റന്റ് ഇല്ലെന്നല്ല, ഇവിടെ കോൺസ്റ്റന്റ് 1 ആണ്. 1 ഇവിടെ എന്താണെന്ന് പറഞ്ഞ് എഴുതുന്നതിന് പകരം അതങ്ങ് എഴുതിയാൽ മതി. ഇവിടെ 6, ഇവിടെ 1. ലൈഫ് ടൈംസ് ആയില്ലേ? ഇത് നമുക്ക് അൺലൈക്ക് ടൈംസ് പറയാം. അൺലൈക്ക് ടൈംസ് ഒന്നുകൂടെ എക്സാമ്പിൾ നിങ്ങൾ തന്നെ മനസ്സിൽ പറഞ്ഞേ. എക്സ് സ്ക്വയർ വൈ ആൻഡ് എക്സ് വൈ സ്ക്വയർ. ഇത് അൺലൈക്ക് ടൈം ആണോ? അൺലൈക്ക് ടൈം ആണ്. റീസൺ എന്താണ്? ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ എക്സും വൈയും ഉണ്ട് രണ്ടിടത്തും, പക്ഷെ ഇവിടെ എക്സിനാണ് സ്ക്വയർ, ഇവിടെ വൈക്കായി അല്ലേ? അപ്പം അത് ലൈക്ക് ആവില്ല. ഉദാഹരണം പറഞ്ഞാണ് 6x സ്ക്വയർ 6x സ്ക്വയർ ആൻഡ് 5x. നോക്കിയേ, കോൺസ്റ്റന്റ് ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്, പക്ഷെ വേരിയബിളിന്റെ പവർ വ്യത്യാസം. പവർ ഞാൻ മുകളിൽ എഴുതുന്നതാണ്. എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യണോ അതല്ലേ നമ്മൾ മുകളിൽ എഴുതി കാണിക്കുന്നത്. എക്സ് സ്ക്വയറും എക്സും ഒരിക്കലും സെയിം ആവില്ല. അതാണ് 6x സ്ക്വയറും 5xഉം ലൈഫ് ടൈം ആവാത്തതിന്റെ കാര്യം. വേറെ പറഞ്ഞാണ് എക്സ് വൈ ബൈ ഇസഡ് ആൻഡ് എക്സ് സ്ക്വയർ ബൈ ഇസഡ്. വൈ ഉണ്ട്, വൈ ഉണ്ട്. 1/z ഉണ്ട്, 1/z ഉണ്ട്. എക്സും എക്സ് സ്ക്വയറും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എക്സും എക്സ് സ്ക്വയറും രണ്ട് സെയിം ആവില്ല. അതുകൊണ്ട് എന്ന് പറയാം, ഇത് രണ്ടും ലൈഫ് ടൈംസ് അല്ല. നമ്മൾ ഇതിന്റെ 3ഉം അൺലൈക്ക് ടൈംസ് ആണ്. വേറെ പറഞ്ഞോളൂ. 6y ആൻഡ് 8x സ്ക്വയർ ആവോ? ഇല്ല. 6y ആൻഡ് 8y ആവോ? ആവും. ഇത് നമുക്ക് ഇവിടെ എഴുതാം. ഇത്തവണ ഇവിടെ എല്ലാം അൺലൈക്ക് എഴുതി പോകണം. അപ്പൊ നമുക്ക് അൺലൈക്ക് എഴുതണം. 6yയും 8y സ്ക്വയർ അൺലൈക്ക് ആണോ? അൺലൈക്ക് ആണ്. കാരണം എന്താണ്? y. പക്ഷെ രണ്ടാമത്തെ വൈക്ക് സ്ക്വയർ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ ലൈഫ് ടൈംസ് ഉൾപ്പെടുത്താൻ പറ്റില്ല. ലൈഫ് ടൈംസ് ഓൺലൈൻ ടൈംസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ്. എന്തിനാണ്? ഈ എക്സ്പ്രഷൻസ് നമ്മളിപ്പോൾ പഠിച്ച എക്സ്പ്രഷനില്ലേ, അതിന്റെ അഡിഷനും സബ്ട്രാക്ഷനും ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം ലൈഫ് ടൈംസും ഓൺലൈൻ ടൈം, അത് വെച്ച് നമുക്ക് അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് പഠിക്കല്ലേ, അപ്പം ഇങ്ങനത്തെ സ്റ്റെപ്പ് ഒരു കുറച്ച് മെത്തേഡ് ഫോളോ ചെയ്ത് വേണം വരാൻ. ആ മെത്തേഡ് ഫോളോ ചെയ്ത് വന്നാലേ നമുക്ക് എളുപ്പം മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ലൈഫ് ടൈംസും അൺലൈക്ക് ടൈംസും മനസ്സിൽ എപ്പോഴും വേണം. ഞാനൊരു എക്സാമ്പിൾ എഴുതാം.
അഡിഷൻ ആദ്യം ആദ്യം പറയുന്നത്. അഡിഷൻ ചാപ്റ്ററിലെ ഫസ്റ്റ് മെയിൻ ടോപ്പിക്കാണ് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ആൾജിബ്രായിക് എക്സ്പ്രഷൻസ്. അതിൽ അഡിഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു എക്സ്പ്രഷൻ എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് 6l സ്ക്വയർ. ഇതിന്റെ കൂടെ വേറെ എക്സ്പ്രഷൻ എനിക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചു. നിങ്ങൾ 5, 10, 15 ആഡ് ചെയ്യില്ലേ? 1000 പ്ലസ് 2000 ആഡ് ചെയ്യാമല്ലോ. അതേപോലെ ഇങ്ങനത്തെ എക്സ്പ്രഷൻസും ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്തത് നമ്മൾ നോക്കുന്നത്. വേറൊരു എക്സ്പ്രഷൻ എഴുതുന്നതിന് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 6x സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ മൈനസ് 6x സ്ക്വയർ പ്ലസ് 5xy സ്ക്വയർ പ്ലസ് 8l സ്ക്വയർ. ഇതിൽ 4 ടേംസ് വന്നു. അതിൽ 3 ടൈം വന്നു, രണ്ടാമത് 4 ടൈം വന്നു. അതൊന്നും ബോധ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. എ സ്ക്വയർ മൈനസ് 6x സ്ക്വയർ പ്ലസ് 5y സ്ക്വയർ പ്ലസ് 8l സ്ക്വയർ. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം ലൈക്ക് ടൈംസും അൺലൈക്ക് ടൈംസും ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. നോക്കിയേ, എക്സ് സ്ക്വയർ ഇവിടെ എക്സ് സ്ക്വയർ ഉള്ളതുകൊണ്ടാ ഉണ്ട്. ലൈക്ക് ടൈംസ് -6l സ്ക്വയർ മൈനസ് 6ഉം ഒന്നും പ്രശ്നമില്ല. എക്സ് സ്ക്വയർ ഉണ്ട്, നല്ല കാര്യം. എക്സ് വൈ സ്ക്വയർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയേ, ഉണ്ട്. 5xy സ്ക്വയർ ലൈക്ക് ടൈംസ് അല്ലേ? ആണ്. 6l സ്ക്വയർ ഇവിടെ 8l സ്ക്വയർ ലൈക്ക് ടൈംസ് ആണോ? ആണ്. എക്സ്ട്രാ രണ്ടാമത് പറഞ്ഞ ടൈം എക്സ്പ്രഷന് ഒരു എ സ്ക്വയറിനുണ്ട്. എ സ്ക്വയർ ഇവിടെ ഇല്ല, പക്ഷെ നമുക്ക് പ്രശ്നമില്ല. ആദ്യം ചെയ്യുന്ന അഡിഷൻ നമുക്ക് പോവാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് 6l സ്ക്വയർ അഡിഷന്റെ സ്ഥാനം കിട്ടും. ഇതിനടുത്ത് താഴോട്ട് എഴുതിക്കേ. ആദ്യം എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് മൈനസ് 6l സ്ക്വയർ എഴുതും. മൈനസ് 6l സ്ക്വയർ. പിന്നെ എക്സ് വൈ സ്ക്വയർ പറയുമ്പോൾ അവിടെ ഉണ്ട് 5xy സ്ക്വയർ പ്ലസ് അല്ലേ? സോ പ്ലസ് 5xy സ്ക്വയർ എൽ സ്ക്വയർ. ഇതിന് ലൈക്ക് ടൈം ആയിട്ടുണ്ട് 8l സ്ക്വയർ. ഇനി എന്തായാലും ബാക്കിയുണ്ടോ? ബാക്കിയുണ്ട്. രണ്ടാമത്തെ എക്സ്പ്രഷനിൽ എ സ്ക്വയർ ബാക്കിയുണ്ട്. ജെ സ്ക്വയർ മാത്രമാണ് പ്ലസ് എ സ്ക്വയർ ആണ്. സോ ഏറ്റവും അവസാനം ഇവിടെ ഒന്നും ഇല്ല. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. രണ്ടാമത്തെ പ്ലസ് എ സ്ക്വയർ ഞാൻ ഇങ്ങോട്ടാണ് എഴുതുന്നു. എ സ്ക്വയർ ഈ എഴുതുന്ന തന്നെയല്ലേ ഈ കിടക്കുന്നത്. പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആവശ്യമനുസരിച്ച് ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നേ ഉള്ളൂ. അതിൽ പ്രശ്നമില്ല. 5 പ്ലസ് 6ഉം 6 പ്ലസ് 5ഉം സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഇതും ടേബിളെല്ലാം ഉൾപ്പെടുത്തി സൈനുകളെല്ലാം ഓക്കെയാണ്. അപ്പൊ അതിന് പ്രശ്നമില്ല. പ്ലസ് ചെയ്യും. ചെറിയ ക്ലാസ് പഠിച്ച പോലെ തന്നെയാണ്. ഡൗട്ടില്ലേ? എക്സ് സ്ക്വയറും 6l സ്ക്വയർ വരുന്നത് 6x സ്ക്വയർ ആണ്. മൈനസ് 6x സ്ക്വയർ ആണ്. നോക്കിയോളൂ, നമുക്ക് ചെയ്യാം. എക്സ് സ്ക്വയറും മൈനസ് 6x സ്ക്വയർ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ഇതൊരു മൈനസ് 6l, ഇത് പ്ലസ് 1 മൈനസ് 6 പ്ലസ് 1 എത്രയാണ്? -5 വരും. അതേലോ എന്ന് പറയാൻ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇത് രണ്ടുമാണ് ആഡ് ചെയ്യുന്നത്. മൈനസ് 5x സ്ക്വയർ കിട്ടും. മൈനസ് 5x സ്ക്വയർ കിട്ടും. അതിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല. എക്സ് വൈ സ്ക്വയറും 5xy സ്ക്വയർ രണ്ട് സെയിം ആണ്. എക്സ് വൈ സ്ക്വയറും സെയിം ആണ്. ഇവിടെ 1ഉം ഇവിടെ 5 എന്ത് വരും? 6xy സ്ക്വയർ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വെച്ചേക്കണ്ട. അടുത്തോട്ട് പോവാം. 8l സ്ക്വയറും 6l സ്ക്വയർ എന്ത് വരും? 14l സ്ക്വയർ വരും. 8x പ്ലസ് 6x 14x. 8y പ്ലസ് 6y 14 വരും. സോ 8l സ്ക്വയർ പ്ലസ് 6l സ്ക്വയർ എന്ത് വരും? 14l സ്ക്വയർ തന്നെ വരും. പ്രശ്നമില്ല. അവസാനം എ സ്ക്വയർ മാത്രം ബാക്കി. ഇവിടെ എന്താണ് ആക്ച്വലി 0 പ്ലസ് എ സ്ക്വയർ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ 0 തന്നെ ഉണ്ട്. എന്ത് വന്നാലും അതങ്ങ് എഴുതുക. ഇതാണ് നമ്മുടെ ഉത്തരം. ഇങ്ങനത്തെ രണ്ട് എക്സ്പ്രഷൻ തന്നിരുന്നു. ഫസ്റ്റ് എക്സ്പ്രഷൻ, സെക്കൻഡ് എക്സ്പ്രഷൻ. ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. എന്ത് ചെയ്യും? ആഡ് ചെയ്തു. പഴയത് പഠിച്ചോണ്ട് തന്നെ നേരത്തെ എഴുതി. ഇതിന് സമമായിട്ട് ലൈക്ക് ടൈംസ് നമ്മൾ ഇതിന് എടുത്ത് ഓരോന്ന് എഴുതി. എന്നിട്ട് അത് തമ്മിൽ കൂട്ടി മൈനസ് 6x സ്ക്വയറും എക്സ് സ്ക്വയർ കൂടെ മൈനസ് 5x സ്ക്വയർ 5xy സ്ക്വയറും xy സ്ക്വയർ കൂടെ 6xy സ്ക്വയർ
10² 6l² കൂടെ 14l². അവസാനം ഒരു a² ബാക്കി. ആ a² എടുത്ത് എഴുതിയാൽ മതി. എന്താണ് ഇവിടെ +0 എന്നാണ്. +0 ഇങ്ങോട്ട് എന്തുണ്ടെങ്കിൽ നമുക്ക് +0 എടുത്തു പോവാം. നമുക്ക് +b² എന്ന് വെച്ചു. കാരണം b² തന്നെയാണ്. 0 + b², b². അതൊന്നും വന്നില്ല. ഇത്രയുള്ളായിരുന്നു നമ്മുടെ ചോദ്യം. രണ്ട് എക്സ്പ്രഷൻ ആഡ് ചെയ്യും. നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അഡിഷൻ പഠിച്ചില്ലേ? അഡിഷൻ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യണ്ടേ? വേണം. നോക്കിയോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7x² - 4x + 5 ആൻഡ് 9x - 10. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഒരെണ്ണം ഒരു ട്രൈനോമിയലാണ്, ഒരെണ്ണം ഒരു ബൈനോമിയലാണ്. അതിന് പ്രശ്നമില്ല. എന്തായാലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നോക്കിയോളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതണേ. എക്സ്പ്രഷൻ പറ. 7x² - 4x + 5 അല്ലേ? 9x ഏത് സ്ഥാനം നമുക്ക് എഴുതാം? നോക്കിയേ, ഇവിടെ എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ എഴുതാൻ പറ്റുമോ? പറ്റും. കാരണം -4x ഉം 9x ലൈക്ക് ടൈംസ് ആണ്. സോ 9x എടുത്ത് -10 എനിക്ക് എവിടെ എഴുതാൻ പറ്റും? ഇവിടെ എഴുതാൻ പറ്റുമോ? പറ്റില്ല. അൺലൈക്ക് ടൈംസ് ആണ്. 5ന്റെ അവിടെ എഴുതാം. -10 രണ്ടും ആഡ് ചെയ്താൽ പോരെ? മതി. ആഡ് ചെയ്ത് പറയേ. (7x² + 0) ഇവിടെ 0 ആണ് ആക്ച്വലി. 7x² + 0 എന്നാണ് 7x² തന്നെയാണ്. 7x² ഞാൻ എഴുതി. -4x + 9x. വെറും 9x എന്ന് മീനിങ് +9x എന്നല്ലേ? -4x + 9x എന്ന് എഴുതാം. 9 4 കുറച്ചാൽ മതി. +5x എന്ന് എഴുതാം. -5 സോറി 5 - 10. 5 - 10 എന്താണ്? 5ന്ന് 10 കുറച്ചാൽ -5. ഇത്ര എഴുതി. 7x² + 5x - 5. ഫസ്റ്റ് ഉത്തരം കിട്ടി. ഡൗട്ട് ഒന്നും ഇല്ലായിരുന്നേ. സിമ്പിൾ ആയിരുന്നു. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാനൊരു ട്രൈനോമിയലുണ്ട്, ഒരു ബൈനോമിയലുണ്ട്. രണ്ടും ആഡ് ചെയ്യാൻ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 3 എക്സ്പ്രഷൻ ഉണ്ട്. ഇത് ഫസ്റ്റ് എക്സ്പ്രഷൻ. സെക്കൻഡ് എക്സ്പ്രഷനോ ഏടോ. ഇത് 3 ആഡ് ചെയ്യാൻ പറയുന്നത്. അതിൽ പ്രശ്നം ഉണ്ടാ. അതിന് പ്രശ്നം വിചാരിക്കേണ്ട. നിങ്ങളുടെ 5 + 10 + 15 ആഡ് ചെയ്യാൻ പറയുന്നത്. 3 എണ്ണല്ലേ പറഞ്ഞ് ആഡ് ചെയ്യാൻ. 2 എണ്ണം അല്ലല്ലോ. 5 + 10 + 15 + 20 + 50 5 എണ്ണം. അപ്പൊ എത്ര വന്നാലും ആഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. നമുക്കത് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. 7xy + 5yz - 3zx. ഞാൻ എഴുതാൻ എഴുതേനെ. 7xy + 5yz - 3zx പ്ലസ് 4yz. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? എവിടെ എഴുതാൻ പറ്റും? yz തപ്പി വിളിച്ചോളൂ. yz ഇവിടെ എഴുതിയത് പ്ലസ് 4yz 9zx. zx എനിക്ക് ഇവിടെ എഴുതാം. എനിക്ക് ഇവിടെ എഴുതാം പ്ലസ് 9zx. പ്രശ്നമില്ല. അവസാനം -4y y മാത്രമേ ഉള്ളൂ. 2 വേരിയബിൾ ഇല്ല. എനിക്ക് എവിടെ എഴുതാം? ഇവിടെ എഴുതാൻ പറ്റുമോ? ഇവിടെ പറ്റില്ല. ഒന്നീ ഇവിടെ എഴുതാം, അല്ലെങ്കിൽ ഇപ്പുറ സൈഡിൽ എഴുതാം. ഞാൻ ഇങ്ങോട്ട് എഴുതാം -4y. പ്രശ്നമില്ലേ? ഇല്ല. മൂന്നാമത്തെ എക്സ്പ്രഷൻ നോക്ക്. 3xz -3xz. xz ആണ് നമ്മളെ ഉപയോഗമുള്ള സാധനം. xz ഇവിടെ എടുത്ത് എഴുതാൻ പറ്റും. -3xz zx സെയിം അല്ലേ? zx തന്നെ എഴുതുന്നു. കാരണം ഇതിനെ മാച്ച് ചെയ്ത് വരാൻ. +5x എനിക്ക് എവിടെയെങ്കിലും എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം x മാത്രമുള്ള ഒരു സാധനം ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് എഴുതാൻ പറ്റുമോ? ഇത് എഴുതിയല്ല. y-ന്റെ നേരത്തെ എഴുതാൻ പറ്റില്ല. y കഴിഞ്ഞ നേരം. y-ന്റെ സ്ഥാനത്ത് y മാത്രമേ എഴുതാവൂ. ഇവിടെ രണ്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. ഇവിടെ x മാത്രം വന്നാൽ ഒന്ന് അതും കഴിഞ്ഞിട്ട് എഴുതുക. അല്ലെങ്കിൽ ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ എഴുതാം. ഇത്തവണ +5x. ഡൗട്ടില്ല. +5x ഇത്രയും കഴിഞ്ഞ് പിന്നെ -6. ഇവിടെ രണ്ടൊന്നുമില്ല. ഇവിടെ 0 ആണ്, ഇവിടെ 0, ഇവിടെ 0. പ്രശ്നമൊന്നുമില്ല. മനസ്സിലായാണ്. ഒന്നീ അവിടെ എഴുതുക, അല്ലെങ്കിൽ ഇവിടെ എഴുതുക. ഞാൻ ഇത്തവണ ഇവിടെ എഴുതി. പ്രശ്നമില്ല.
മൈനസ് 2xy എവിടെ ചേർത്ത് എഴുതാൻ നമുക്ക് xy ഇവിടെ ഉണ്ട് മൈനസ് 2xy എഴുതാൻ പറ്റിയില്ലേ 1 2 3 മൂന്ന് ടൈം നമുക്ക് എഴുതാനും പറ്റും. മൂന്ന് ടോട്ടൽ എക്സ്പ്രഷനും ആഡ് ചെയ്യാൻ വേണ്ടി എഴുതും. ഒന്നാമത്തെ എക്സ്പ്രഷൻ, രണ്ടാമത്തെ എക്സ്പ്രഷൻ, മൂന്നാമത്തെ എക്സ്പ്രഷൻ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യാൻ പോകും. ആഡ് ചെയ്യാനാണല്ലേ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. നമുക്ക് ആയിട്ടും തുടങ്ങി നോക്കാം. 5x + 0 + 0 വരും 5x എന്ന് വരും പ്ലസ് 5x എന്ന് വരും മൈനസ് 2xy + 0 + 7xy അങ്ങനെ എന്താണ് 7xy - 2xy എന്ത് വരും പ്ലസ് 5xy. ഡൗട്ടില്ലേ? xy തന്നെയാണ് കിട്ടിയത്. 5yz + 4yz + 0 5yz + 4yz 9yz എന്ന് വരും. അത്രയേ ഉള്ളൂ. പ്ലസ് 9yz മൈനസ് 3zx പ്ലസ് 9zx മൈനസ് 3zx എന്ത് വരും 9 3 പറയും പിന്നും ഈ 3 പറയാം. അപ്പൊ എന്ത് വരും 3 എന്ന് വരും. 9 - 6 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? എന്ത് വരാം പ്ലസ് 3zx. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വേണ്ട. ഇവിടെ 0 വേണം. 0 പ്ലസ് മൈനസ് 4y പ്ലസ് 0 0 പ്ലസ് മൈനസ് 4y പ്ലസ് 0 എന്ന് വരും. മൈനസ് 4y തന്നെ വരും. മൈനസ് കിട്ടിയില്ലേ? എത്ര ടേം ഉണ്ടെന്ന് നോക്കിയാൽ നമ്മൾ ഉത്തരത്തില് 1 2 3 4 5 5 ടേം വന്നു. 5 ടേം വന്നാൽ തെറ്റാണോ? തെറ്റല്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല എത്ര ടേം വരണോ. ക്വസ്റ്റ്യൻ തരുന്നതനുസരിച്ച് എത്ര ടൈം വേണോ വരാം. ഇവിടെ 3 ടൈമായിരുന്നു. പക്ഷെ അത് ആഡ് ചെയ്തപ്പം 5 ടൈം. അതിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ബാക്കി സെയിം ലൈഫ് ടൈംസ് ആഡ് ചെയ്തത് ശരിയാണെന്ന് മാത്രം നോക്കിയാൽ 3 ആഡ് ചെയ്തപ്പോൾ +1 തെറ്റല്ല. 11 ആഡ് ചെയ്തപ്പോൾ 9 വന്നു തെറ്റല്ല. 7 2 പോയാൽ 5 അതും തെറ്റല്ല. അപ്പം ഈ എഴുതിയതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം.